നായ നടുക്കടലിൽ ചെന്നാലും നക്കിയെ കുടിക്കൂ എന്ന് പറഞ്ഞതുപോലെയാണ് സംഘികളുടെ കാര്യം. എത്ര വലിയ കസേരയിൽ ഇരുന്നാലും അവരുടെ തനിക്കുണം കാണിക്കാതിരിക്കാൻ അവർക്ക് കഴിയില്ല എന്ന് ദിനം പ്രതിയാണ് അവർ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി കസേരയിൽ ഇരിക്കുന്ന അമിത്ഷാ അംബേദ്കറിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ വേറെ ഏതെങ്കിലും സംസ്കാരമുള്ള ജനങ്ങൾ ഭൂരിപക്ഷമുള്ള രാജ്യത്തായിരുന്നെങ്കിൽ അവരുടെ രാഷ്ട്രീയ ഭാവിയുടെ അന്ത്യമാകുമായിരുന്നു. പക്ഷേ നോൺ ബയോളജിക്കൽ മോദിസ്ഥാനിൽ ഇത്തരം ആളുകളുടെ മൈലേജ് വർദ്ധിക്കുകയേ ഉള്ളൂ എന്നുള്ളത് സങ്കടകരമായ വസ്തുതയാണ് എന്ന് പറയാതെ വയ്യ. സംഘികൾക്ക് വിദ്യാഭ്യാസവും വിവരവും അറിവും കഴിവും വിവേകവും ഉള്ളവരെ വളരെ വെറുപ്പാണ്. അങ്ങനെയുള്ളയാൾ ദളിതൻ കൂടിയാവുമ്പോൾ പറയുകയും വേണ്ട. വിവരം കെട്ട ആഭ്യന്തരമന്ത്രി ബാബാ സാഹേബ് അംബേദ്കറെ കുറിച്ച് പറഞ്ഞ അതിനിന്ദനീയമായ വാക്കുകളും അത് പറഞ്ഞ സാഹചര്യവും കേൾക്കേണ്ടേ? ബാബാ സാഹിബിന്റെ ഭരണഘടനയുടെ മഹത്വപരമായ 75 വർഷത്തെ യാത്രയെക്കുറിച്ചുള്ള ചർച്ചയിലാണ് ഈ വിവരദോഷം വിളിച്ചു പറയുന്നത്. मान्यवर अभी एक फैशन होगा है आम्बेडकर 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 इतना नाम अगर भगवान का लेते तो 7 जन्मों तक स्वर्ग मिल जाता. കേട്ടല്ലോ പറഞ്ഞത്. ഇപ്പോൾ ഒരു ഫാഷൻ ആയി മാറിയിരിക്കുകയാണ്. അംബേദ്കർ 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 അംബേദ്കർ. ഇത്ര പ്രാവശ്യം ഭഗവാന്റെ പേര് വിളിച്ചാൽ 7 ജന്മം സ്വർഗം ലഭിക്കും. ഇയാൾ ഫാഷൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശിച്ചത് നമ്മളൊക്കെ ഫാഷൻ എന്ന് പറയുന്ന ആ വാക്കാണ്. അതുപോലെ അംബേദ്കർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അംബേദ്കർ എന്ന് പറയാനാണ്. നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് എന്തു തോന്നുന്നു? അംബേദ്കർ എന്ന് പറയുന്നത് ഒരു ഫാഷനായി മാറിയിരിക്കുകയാണ്. അതിനു പകരം ഭഗവാൻ എന്ന് 7 പ്രാവശ്യം വിളിച്ചാൽ 7 ജന്മം സ്വർഗം ലഭിക്കുമെന്ന്. മിസ്റ്റർ ഷാ, നിങ്ങൾ 7 പ്രാവശ്യമല്ല 7 ജന്മം ഭഗവാന്റെ പേര് വിളിച്ചാലും സ്വർഗം എന്നൊന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ലഭിക്കില്ല. ഭഗവാൻ ഭഗവാൻ എന്ന് വിളിക്കുന്നവർക്കല്ല സ്വർഗം ലഭിക്കുക, മറിച്ച് ഭഗവാൻ ഇഷ്ടപ്പെട്ട പ്രവൃത്തി ചെയ്യുന്നവർക്കാണ്. നന്മയും മനുഷ്യത്വവും സംസ്കാരവും കരുണയും വിനയമുള്ള മനുഷ്യർക്കാണ് സ്വർഗം ലഭിക്കുക. ഇയാൾ ഇത് പറയുമ്പോൾ സൺസസ് ടിവിയിലെ താഴെയുള്ള സ്ക്രോളിംഗ് മെസ്സേജ് കണ്ടോ? ഡിസ്കഷൻ ഓൺ ദ ഗ്ലോറിയസ് ജേർണി ഓഫ് 75 ഇയേഴ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ആ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യക്ക് നൽകിയ മഹത് വ്യക്തിത്വമാണ് ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ. ഈ പറയുന്നത് കേട്ട് പ്രതിപക്ഷ അംഗങ്ങൾ എന്ത് പറഞ്ഞാലും നത്തിങ് ഗോസ് ഓൺ റെക്കോർഡ് എന്ന് പറയുന്ന ജഗ്ദീപ് ധൻഖർ വെറുതെ മോഴയെ പോലെ ഇരിക്കുകയാണ്. അതിനെ ഒന്ന് ഖണ്ഡിക്കാനോ ഇങ്ങനെയൊന്നും പറയരുത്, ഇത് റെക്കോർഡിൽ പോവില്ല എന്ന് പറയാനോ സ്പീക്കർ എന്ന് പറയുന്ന ആ മനുഷ്യൻ തുനിയുന്ന പോലുമില്ല. ഇത് കേട്ട് പുറകിലിരിക്കുന്ന മറ്റൊരു MP ഇളിക്കുകയാണ്. എന്തൊരു കഷ്ടമാണെന്ന് ഓർക്കണം. വിവരവും വിവേകവും വിദ്യാഭ്യാസവും ഇല്ല എന്ന് അറിയാമെങ്കിലും ഇത്രയ്ക്ക് തരം താഴാൻ എങ്ങനെ സാധിക്കുന്നു? അതും രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി. ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ ആരാണെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. 1991 ഒരു ദളിത് കുടുംബത്തിൽ ജനിച്ച അംബേദ്കർ നേടാത്ത ഡിഗ്രികളില്ല. ഓർക്കണം, 1800കളുടെ അവസാനം ഇന്ത്യയിലെ ഒരു ദളിത് ഫാമിലിയിൽ ജനിച്ച് ലോകത്തെ ഏറ്റവും മികച്ച സർവകലാശാലകളിൽ നിന്ന് ഡിഗ്രികൾ കരസ്ഥമാക്കിയയാൾ. അദ്ദേഹം ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്നു, നിയമതന്ത്രജ്ഞനായിരുന്നു. മുംബൈയിലെ എൽഫിൻസ്റ്റോൺ കോളേജിൽ നിന്നും ഡിഗ്രി കരസ്ഥമാക്കിയ ശേഷം ലോകോത്തര യൂണിവേഴ്സിറ്റികളായ കൊളംബിയയിൽ നിന്നും ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്നും ഡോക്ടറേറ്റ് ഡിഗ്രികൾ കരസ്ഥമാക്കിയയാളാണ് അദ്ദേഹം. കൊളംബിയ യൂണിവേഴ്സിറ്റി, ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് എന്നിവ വഴിയിൽ നിന്ന് പോലും കാണാനുള്ള യോഗ്യതയില്ലാത്ത ആളാണ് അമിത്ഷാ. 1990കളുടെ ആദ്യ കാലഘട്ടത്തിൽ വിരലിലെണ്ണാവുന്ന ഇന്ത്യക്കാർ പോലും ഈ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചിട്ടില്ല എന്ന് ഓർക്കണം. അദ്ദേഹം ഒരു ലോയറായി, ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനായി, ഒരു പ്രൊഫസറായി എല്ലാം ജോലി ചെയ്തിട്ടുള്ള ആളാണ്. ലണ്ടനിലെ ഗ്രേസ് ഇന്നിൽ നിന്ന് ലോ പഠിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ പേര് പോലും പറയാൻ അറിയാത്ത നിങ്ങൾ അദ്ദേഹത്തെ അപമാനിക്കുന്നു. ഫാഷൻ എന്ന് വ്യക്തമായി പറയാൻ പോലും അറിയത്തില്ലാത്ത നിങ്ങളുടെ അപകർഷതാബോധം അംബേദ്കർ പോലെയുള്ള വലിയ വ്യക്തിത്വങ്ങളെ മനസ്സിലാക്കാൻ സമ്മതിക്കുന്നില്ല അല്ലേ? അദ്ദേഹം ഇന്ത്യയിലെ ദളിതർക്ക് മാത്രമല്ല, വിവേകമുള്ള ഏതൊരു ഇന്ത്യക്കാരനും ദൈവതുല്യനാണ്. ലോകത്തിൽ തന്നെ ഇത്രയും ഔന്നത്യമുള്ള ആളുകൾ തുലോം വിരളമാണ്. ഇന്ത്യക്കാർ മാത്രമല്ല, ലോകമെന്നും ആരാധിക്കുന്ന വ്യക്തിയാണ് അംബേദ്കർ. ലോകത്തിലെ പ്രധാന രാജ്യങ്ങളിലെ എല്ലാ ചരിത്ര പുസ്തകങ്ങളിൽ അംബേദ്കർ പഠനാവിഷയമാണ്. നിങ്ങളെ ആരാധിക്കുന്നവർ സംഘികൾ മാത്രമാണ്. എന്നാൽ ഡോക്ടർ അംബേദ്കർ ലോകം മൊത്തം ആരാധിക്കുന്ന വ്യക്തിത്വമാണ്. ഇയാളുടെ അപകർഷതാബോധത്തിൽ നിന്ന് ഉയർന്ന ഈ വാക്കുകൾക്കെതിരെ വളരെയേറെ പേരാണ് രംഗത്ത് വന്നത്. KC വേണുഗോപാൽ MP ഇതിനെതിരെ പറഞ്ഞതാണ് ഇത്. ചുരുക്കി പറഞ്ഞാൽ ദൈവത്തിന് തുല്യമായി കാണേണ്ട വ്യക്തിയാണ് അംബേദ്കർ. അദ്ദേഹം രൂപപ്പെടുത്തിയ ഇന്ത്യയുടെ ഭരണഘടന വേദപുസ്തകമായി ലോകമെമ്പാടും ജനങ്ങൾ കാണുന്നതാണ്. മനുസ്മൃതിയെ പൂജിക്കുന്നവർക്ക് അംബേദ്കറോട് വിരോധമുണ്ടാവുക സ്വാഭാവികമാണ്.
ജയറാം രമേശ് പറഞ്ഞത് അമിത്ഷായുടെ വാക്കുകൾ ഡിസ്കസ്റ്റിംഗ് ആണ്. BJPക്കും RSSനും ബാബാ സാഹേബ് അംബേദ്കറോടുള്ള വെറുപ്പാണ് ഇത് കാണിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് കേൾക്കുന്നത് പോലും ഇവർക്ക് ചൊറിച്ചിലുണ്ടാക്കും. ഇവരുടെ പിന്മുറക്കാർ അംബേദ്കറിന്റെ കോലം കത്തിച്ചവരാണ്. ജനങ്ങൾ അവരെ ഒരു പാഠം പഠിപ്പിച്ചതിനാൽ അംബേദ്കറിന്റെ പേര് പറയുന്നവരെ കാണുമ്പോൾ ഇവർക്ക് ചൊറിച്ചിലുണ്ടാവും. രാജ്യത്തോട് അമിത്ഷാ മാപ്പ് പറയണം. ഈ സംഖ്യകൾക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ, അംബേദ്കർ, നെഹ്റു, ഗാന്ധി കുടുംബം, മഹാത്മാഗാന്ധി എന്നിവരൊക്കെ വിദ്വേഷവും വെറുപ്പുമാണ്. ജനങ്ങളെ നല്ല വഴിക്ക് നയിച്ച, നന്മയിൽ ജീവിക്കാൻ പഠിപ്പിച്ച ഈ മഹാന്മാർ വെറുപ്പും വിദ്വേഷവും വിതയ്ക്കുന്ന, മതത്തിന്റെ പേരിൽ തമ്മിലടിപ്പിച്ച് ജനങ്ങളെ കൊല്ലാക്കൊല ചെയ്യുന്ന കിരാതന്മാർക്ക് അനഭിമതർ ആയി തീർന്നില്ലെങ്കിൽ മാത്രമേ അത്ഭുതമുള്ളൂ. ഇയാളെ സപ്പോർട്ട് ചെയ്യുന്ന, BJPയെ സപ്പോർട്ട് ചെയ്യുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഷാ ഈ പറഞ്ഞത് നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ? സംഘികൾ ഈ വീഡിയോ കണ്ടാൽ അയാൾക്ക് സപ്പോർട്ടായി അയാൾ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല എന്ന് പറഞ്ഞ് ഇവിടെ കമന്റ് ഇടുമെന്ന് ഉറപ്പാണ്. അത്ര നികൃഷ്ടമാണ് ഈ ജന്മങ്ങൾ.